നേരത്തെ തീരുമാനിച്ചതാണ്. അത് നേരത്തെ തീരുമാനിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തീരുമാനിച്ച് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തീരുമാനമെടുത്തത് നിങ്ങൾ തീരുമാനം ഗവൺമെന്റ് അംഗീകരിച്ചു, മന്ത്രി അംഗീകരിച്ചു. പക്ഷേ ഭരണം മാറിയിട്ട് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞതാണ്. അന്നേ തീരുമാനിച്ചൊരു കാര്യത്തിന്റെ ഉത്തരവാദിത്വം പുതിയ മന്ത്രിയോട് ചോദിച്ചാൽ പറ്റൂ, പഴയ മന്ത്രിയോട് ചോദിക്കും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ശരിയാണല്ലോ എന്ന്. എന്തൊരു മഹാ അബദ്ധമാണ്, എന്തൊരു വിഡ്ഢിത്തമാണ് ഇദ്ദേഹം, ഈ മുതിർന്ന നേതാവ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ മന്ത്രി തീരുമാനിച്ചതാണ്, അത് ആ മന്ത്രിയോട് പോയി ചോദിക്കുക. കഴിഞ്ഞ മന്ത്രി തീരുമാനിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് ഈ ആന്റണി അടക്കമുള്ള ആളുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ, കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചതാണ് കേരളയിൽ കൊണ്ടുവരണമെന്ന്. പിന്നെ ആ ഒരു കൊണ്ടുവരാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ ആ കൊണ്ടുവരണമെന്ന് കഴിഞ്ഞ സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർത്തലാക്കാൻ, ആ കേരളയിൽ വേണ്ട എന്ന് പറഞ്ഞ് ആർജവമില്ലാതെ നട്ടലില്ലാതെ അത് നിർത്തലാക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുമെങ്കിൽ, കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ച ഈ മിൽമയ്ക്ക് വില കൂട്ടുക എന്ന് പറയുന്ന പരിപാടി അതും നിർത്തലാക്കാൻ വേണമെങ്കിൽ ഈ ഗവൺമെന്റിന് കഴിയുമെന്നർത്ഥം. നിങ്ങൾക്ക് മനസ്സിലാവണ്ട? കഴിഞ്ഞ കാലത്തെ പിണറായി സർക്കാർ കൊണ്ടുവരെന്ന് പറഞ്ഞതാണ് ഏറ്റവും വേഗതയേറിയ റെയിൽ എന്ന് പറയുന്ന ഒരു സ്വപ്ന പദ്ധതി. നമുക്കെന്താ സ്പീഡ് വേണ്ടേ? നമ്മളിനി കാളവണ്ടി യുഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്? അല്ലല്ലോ, നമുക്ക് സ്പീഡ് വേണം. പക്ഷേ അത് നടത്താൻ ആർജവമില്ലാതെ, ധൈര്യമില്ലാതെ ആ പദ്ധതി ഉപേക്ഷിക്കാൻ ഈ ഗവൺമെന്റിന്, വി.ഡി. സതീശൻ ഗവൺമെന്റിന് കഴിയുമെങ്കിൽ, കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ച മിൽമയുടെ വില ഉയർത്തുക, 4 രൂപ ഉയർത്തുക എന്ന് പറഞ്ഞ പരിപാടി, ആ റെയിൽ പദ്ധതി ഉപേക്ഷിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ഇതും ഉപേക്ഷിക്കേണ്ടതല്ലേ എന്നാണ് എൻ്റെ ന്യായമായിട്ടുള്ള, നീതിപൂർവകമായിട്ടുള്ള ഒരു ചോദ്യം. ലോജിക്കലായിട്ടുള്ള ചോദ്യം അതാണ്. അപ്പൊ പിന്നെ ഈ ആന്റണി സാർ പറയുന്നത് അപ്പോൾ മഹാവിഡ്ഢിത്തം തന്നെയല്ലേ എൻ്റെ സുഹൃത്തുക്കളെ? ആണ്, മഹാവിഡ്ഢിത്തമാണ്. ഇതിനെയാണ് എന്താ പറയുക, മാറ്റം പ്രതീക്ഷിച്ച ആൾക്കാരെ നെഞ്ചത്തേക്ക് പടക്കുക എന്നൊക്കെ പറയുന്നത്. മാറ്റല്ലേ, ഇനിയും മാറ്റങ്ങൾ ഒരുപാട് വരാനുണ്ടെന്നേ. മാറ്റം, ഒരു ചേഞ്ച് വേണം എന്നല്ല പറഞ്ഞേ, ഒരു ചേഞ്ച്. ഇതുവരെയുള്ള പിണറായി സർക്കാർ പോരാ, ഒരു ചേഞ്ച് വേണം. ആ ചേഞ്ചിന് കൊണ്ടുപോയിട്ട് കൈയ്ക്ക് കുത്തിയതാ. ഏത് കൈക്കാണ് കുത്തിയത്? ആ കൈയിലൂടെ തന്നെ നമുക്കിപ്പോ എന്താണ്, പണം കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു. പെട്രോൾ വില വർധന അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വല്ല ഇടപെടലുണ്ടോ? ഇല്ലല്ലോ. ഇടപെടരുത് കേട്ടോ, ഇടപെടില്ല. അതൊക്കെ കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചതാണല്ലോ വില കൂട്ടാൻ. പിന്നെ അതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതെങ്ങാൻ പിണറായി സർക്കാർ ഉള്ള സമയത്താണെങ്കിൽ അറഞ്ചം പുറഞ്ഞം റോളാനും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ കഥാപ്രസംഗം നടത്താനൊക്കെ ചില ആൾക്കാർ വന്നിരിക്കും. ഇപ്പം ആരും കാണില്ല, നിങ്ങൾക്ക് അത്തരം ആളുകളൊന്നും കാണില്ല. അങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താത്ത വാർത്തകൾ മുഴുവൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. ഞാൻ താരതമ്യം ചെയ്യും, ഞാൻ കമ്പയർ ചെയ്യും. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ എന്തായിരിക്കുമെന്നും ഇവരിപ്പോൾ എന്ത് തേങ്ങയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കാണിച്ചു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ആന്റണി സാർ പറയുന്നത് മഹാവിഡ്ഢിത്തമാണ്, ന്യായമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇതിനെതിരെ സമരത്തിന് ഇറങ്ങിയില്ലെങ്കിൽ 4 രൂപ എങ്ങാണ്ടാണ് ഇപ്പോൾ മിൽമയ്ക്ക് കൂട്ടിയിരിക്കുന്നത്. നിങ്ങളിഞ്ഞിപ്പോൾ അത് സഹിച്ചിട്ട് ഗവൺമെന്റിലേക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ആളുകളൊക്കെ സഹിക്കുകയാണെങ്കിൽ എനിക്ക് അതിലൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ ആ സംഗതി കണ്ട് പിൻവലിക്കുന്നു. ആ പദ്ധതിയൊക്കെ ഞാൻ പിൻവലിക്കുക മാത്രമാണ്. ഇനി ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം, ഈ സർക്കാർ ഉണ്ടാവുന്നത് തൊട്ടു മുമ്പ് ഇടുക്കിയിൽ ഒരു 12 കുടുംബങ്ങളെ കുടിയിറക്കിയിട്ടുണ്ട്. വല്ലവരും ചർച്ച ചെയ്തായിരുന്ന? വല്ലവരും ചർച്ച ചെയ്തോ? ഈ സർക്കാർ എന്താ പറയുക, വിജയിച്ച് കഴിഞ്ഞിട്ട് മന്ത്രി ആരാണ്, മുഖ്യമന്ത്രി ആരാന്ന് പറയുന്ന തല്ല് നടക്കുന്നതിന്റെ ഇടയിലായിരുന്നു 12 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചത്. ആ 12 കുടുംബങ്ങളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞത് CPM-കാരാണ് എന്നുള്ള വാർത്തയെങ്കിലും നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇന്ന് അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. ഞാൻ നുണ പറയാമെന്ന് തോന്നുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഒന്ന് അന്വേഷിക്കാം. കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ വീണ്ടും ഒരു 48 മണിക്കൂറായിട്ടില്ല, വീണ്ടും ഒരു ദളിത് കുടുംബങ്ങളെ, അതും ഇദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതേ സ്ഥലത്ത് തന്നെയാണ് ഒരു 12-16 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസുമായിട്ട് വന്നത്. കഴിഞ്ഞ 14 തവണ വന്നപ്പോഴും അവിടെ സംരക്ഷിക്കാൻ CPM ഉണ്ടായിരുന്നു. 15ാമത്തെ തവണ വന്നപ്പോഴും സംരക്ഷിക്കാൻ CPM വന്നു. ഒരല്പം മാറി നിന്ന്, കാരണം ഇത്തവണ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്, കോൺഗ്രസ്സുകാര്.
കഴിഞ്ഞ തവണ വരെ അവരെ സംരക്ഷിക്കാനും പോലീസുകാർ വരുമ്പോൾ അവരെ തടയാനും അവിടെ CPM-ന്റെ MLA ഉണ്ടായിരുന്നു. ഇപ്പം അവിടെയുള്ളത് കോൺഗ്രസിന്റെ MLA ആണ്. അദ്ദേഹം എവിടെ എന്ന് പറയുന്ന ചോദ്യം ഏതെങ്കിലും മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടായിരുന്നു സുഹൃത്തുക്കളെ? നിങ്ങളത് കാണില്ല. മാധ്യമങ്ങൾ അങ്ങനെയൊന്നും പറയില്ല. അതെങ്ങനെ CPM-ന്റെ സമയത്തായിരിക്കണം. പിണറായി വിജയന്റെ ബൂട്ട് ഇതാ ദളിതരുടെ നെഞ്ചിലേക്ക് എന്നുള്ള വാർത്ത വരും. പിണറായി വിജയന്റെ ധാർഷ്ട്യം ഇതാ ദളിതരുടെ നെഞ്ചിലേക്ക്. ആ പാവങ്ങളുടെ സർക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരെ തന്നെ അതാ കുടിയിറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഥാപ്രസംഗങ്ങൾ. മനസ്സിലായില്ലേ? ദപ്പാങ്കൂട്ട് ഗാനമേളകൾ നിങ്ങൾക്ക് മേക്കപ്പ് റൂമുകളിൽ നിന്നുള്ള തണുത്തുറഞ്ഞ ശീതീകരിച്ച മുറിയിൽ നിന്നുള്ള ഗംഭീരമായിട്ടുള്ള വായ്ത്തോരണികളൊക്കെ നിങ്ങൾ കേൾക്കേണ്ടിയിരുന്നു. നിർഭാഗ്യവന്മാരാ നിങ്ങൾ. അതൊന്നും കേൾക്കാൻ കിട്ടുന്നില്ലല്ലോ. അപ്പോഴാണ് മിൽമയ്ക്ക് 4 രൂപ കൂട്ടിയേ. ഇപ്പോൾ ആന്റണി അടക്കുമ്പോൾ ആളുകൾ പറയുന്നത് അത് കഴിഞ്ഞ സർക്കാർ കൂട്ടിയാ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ സർക്കാർ എന്താ പറയുക നടത്താമെന്ന് വിചാരിച്ച കേരയിൽ ഒഴിവാക്കാമെങ്കിൽ ഈ 4 രൂപയും ഒഴിവാക്കിക്കൂടെ സുഹൃത്തുക്കളെ? ഒഴിവാക്കേണ്ടതാണ്. അതെന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള സിമ്പിൾ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടാവില്ല. ഇനി സംഗതി അവിടെ കിടക്കട്ടെ. എനിക്കിനി ചോദിക്കാനുള്ളത് കേരയിൽ ഒഴിവാക്കപ്പെട്ടത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ ധൈര്യമില്ലാത്തതുകൊണ്ട് എന്നുള്ളതാണ്. ഇനി ഇവർക്ക് ഒഴിവാക്കാനായിട്ടുള്ള കുറേ സംഗതി ഉണ്ട് കേട്ടോ. കേരയിൽ കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട VD സതീശൻ ആ ഇലക്ഷന് മുമ്പൊക്കെ പറഞ്ഞിരുന്നത് കേരയിൽ ഒഴിവാക്കും, കിഫ്ബി ഒഴിവാക്കും, വയനാട് തുരങ്കപാത ഇതിനൊക്കെ ഞങ്ങൾ എതിർക്കും, എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. മലയോര ഹൈവേ, തീരദേശ ഹൈവേ ഇതൊക്കെ ഒഴിവാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തീരദേശ ഹൈവേ കുറേയൊക്കെ എത്തിയിട്ടുണ്ട്, മലയോര ഹൈവേ കുറേയൊക്കെ എത്തിയിട്ടുണ്ട്, വയനാട് തുരങ്കപാത തുടങ്ങിയിട്ടുണ്ട്, K-ഫോണും തുടങ്ങിയിട്ടുണ്ട്. കിഫ്ബിയാണ് നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക നല്ല പ്രവർത്തനങ്ങൾ മുഴുവൻ ഏകോപിച്ച് കൊണ്ടുപോകുന്നത്. ഇതിനൊക്കെ തുരങ്കം വെക്കുകയാണെങ്കിൽ കേരളം ഇടിഞ്ഞു വീണു സുഹൃത്തുക്കളെ. സാമ്പത്തികമായിട്ടുള്ളൊരു മല അങ്ങോട്ട് ഇടിഞ്ഞ് പണ്ടാറടക്കിയെന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി, വേറെ ഒന്നും സംഭവിക്കാനില്ല. എന്തായാലും കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചപ്പോഴാണ് എനിക്ക് തോന്നിപ്പോയത് എങ്ങനെയാണപ്പോൾ നമ്മുടെ ദേശീയപാത പിണറായി വിജയൻ കൊണ്ടുവന്നേ എന്നുള്ളതാണ്. പിണറായി വിജയന്റെ ആണത്തത്തിന്റെ ഒരു അംശമെങ്കിലും ഇത്തവണത്തെ ഈ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ കേരയിൽ പദ്ധതി നടപ്പിലാക്കാന് ആർജവബോധം വേണം, ധൈര്യം വേണം, ആണത്തം വേണം, അല്ലെങ്കിൽ നടക്കില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, അതിൻ്റെ ഒരു ആർജവബോധത്തിന്റെ ഒരു ഉദാഹരണമാണ്, നിശ്ചയദാർഢ്യത്തിന്റെ ഉദാഹരണമാണ് നമ്മുടെ ദേശീയപാതയ്ക്ക് ഒരു വലിയ അത്ഭുതമുണ്ട്. കേരളത്തിൽ ദേശീയപാത 66 NH അത് 6 വരി പാതയായിട്ട് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭൂമി ഏറ്റെടുക്കാൻ പിണറായി വിജയൻ ഏകദേശം ചെലവഴിച്ചത് 5581 കോടി രൂപയാണ്. 5581 കോടി രൂപ. ഇനി അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. 25% വിഹിതം രാജ്യത്ത് ദേശീയപാത വികസനത്തിലുള്ള ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ 25% സർക്കാർ ഫണ്ടിൽ നിന്ന് വഹിക്കാൻ തയ്യാറായ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സംസ്ഥാനമാണ് കേരളം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഈ 5748 കോടി രൂപ ചെലവഴിച്ചത്? ആളുകൾക്ക് സംശയം ഉണ്ടാവുമല്ലോ, പേടിക്കണ്ട. നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ ഭൂമി ഇങ്ങനെ പരന്ന് കെടുക്കല്ല. ആളും താമസമില്ലാത്ത ഭൂമി ഇങ്ങനെ പരന്ന് കെടുക്കുന്ന സംസ്ഥാനമൊന്നല്ല കേരളം. ഇവിടെ ആളുകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ പലവരുടെയും വീടുകൾ നഷ്ടപ്പെടും, പലരുടെയും പറമ്പ് നഷ്ടപ്പെടും, പലരുടെയും വീടിന്റെ നടുക്കിലൂടെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ ഹൈവേ പോകുന്നുണ്ടായിരിക്കുക, ദേശീയപാത പോകുന്നുണ്ടായിരിക്കുക. അവർക്ക് എന്തു ചെയ്യും? അവർ വഴിയാധാരമാക്കണോ? വേണ്ട. പിണറായി വിജയൻ സർക്കാർ ആദ്യം പറഞ്ഞത് ആർക്കൊക്കെയാണ് ഭൂമി നഷ്ടപ്പെടുക അത് മുഴുവൻ നമുക്ക് ഏറ്റെടുക്കാം. ആ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകാം. എന്തെങ്കിലും നക്കാപ്പിച്ച നഷ്ടപരിഹാരമല്ല കിട്ടിയിട്ടുള്ളത്. ഇത് കിട്ടിയ ആളുകളോട്, എൻ്റെ പ്രിയപ്പെട്ട ഇത് കാണുന്ന ആളുകൾക്ക് ഒന്ന് ചോദിക്കാം. തീരദേശ ദേശീയപാത പോയ വഴിയിലുള്ള ആ ഭാഗത്തെ വീട്ടുകാരോട് ചോദിക്കാം, എത്ര കിട്ടി? ലക്ഷങ്ങൾ, പ്രതീക്ഷിക്കാത്ത തുക. അത്രയൊന്നും അവിടെ തുകയില്ലെന്നേ. എന്നിട്ട് പോലും ലക്ഷങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ചിലരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് കോടിപതിമാരായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ പരിചയത്തിലുള്ള ഒരു അധ്യാപകനടക്കം അങ്ങനെയാണ്. അങ്ങനെ ജനങ്ങൾക്ക് കൃത്യമായിട്ടും ഈ പറയുന്ന
തുക കൊടുത്തുകൊണ്ട്, നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടാണ് ദേശീയപാത നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയത്. അല്ലാതെ ചുമ്മാ വന്നതല്ല. ഇതിന്റെ പേരാണ് നിശ്ചയദാർഢ്യം, ധൈര്യം, മനസ്ഥൈര്യം എന്നൊക്കെ പല പേരിട്ട് വിളിക്കാം. ആ പേരിന്റെ ആകെ തുകയായിട്ട് കേരളക്കാർ കാണുന്ന ഒരു ഒറ്റ വ്യക്തിയുടെ പേരാണ് പിണറായി വിജയൻ. നിശ്ചയദാർഢ്യത്തിന്റെ പേരാണ് പിണറായി വിജയൻ. അങ്ങനെയുള്ള ആ ഒരു മനുഷ്യനാണ് നമ്മുടെ ദേശീയപാത കൊണ്ടുവന്നേ. അതേ ഒരു നിശ്ചയദാർഢ്യം ഉണ്ട് എങ്കിൽ, നിശ്ചയദാർഢ്യം ഉണ്ട് എങ്കിൽ ഒരു സംശയം വേണ്ട, നമ്മുടെ നാട്ടിൽ ഹൈ സ്പീഡ് റെയിൽവേ ഉണ്ടാക്കാം, അത് കൊണ്ടുവരാം. അതിന് ചില്ലറ ഫൈറ്റൊക്കെ നടത്തേണ്ടി വരും. ആരുമായിട്ട്? കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഫൈറ്റ് നടത്തേണ്ടി വരും, തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. പക്ഷെ അതിനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. ഞങ്ങൾക്ക് കുറച്ച് പൂക്കികൾ മാത്രം മതി, ചില പൂക്കി സ്റ്റൈലുകൾ മാത്രം മതി എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു നാട്ടുകാരെ, പൂക്കി കൊണ്ടൊന്നല്ല കാര്യമുള്ളത്. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുകയാണ് വേണ്ടത്, അല്ലേ? കാര്യങ്ങൾ നടക്കണം. കൃത്യമായിട്ട് ചില വസ്തുവകകളൊക്കെ ഇവിടെ നടന്നു പോകണം എന്നുള്ളതാണ്. എന്തായാലും ദേശീയത പോലെ, വയനാട് തുരങ്കപാത പോലെ ഏറ്റെടുത്തിട്ട് അത് നടത്തി കാണിച്ചു കൊടുക്കാനുള്ള ഒരു എന്താ പറയുക, ചങ്കുറപ്പുണ്ടെങ്കിൽ ആ റെയിൽ നടക്കുമായിരുന്നു, ഒരു സംശയമില്ലാതെ നടക്കുമായിരുന്നു. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. ഇനി എൻ്റെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ഈ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഒരു പക്ഷേ കിഫ്ബി ഒഴിവാക്കാൻ സാധ്യതയുണ്ട്, കിഫ്ബി പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്, K-ഫോൺ നിർത്തലാക്കാൻ സാധ്യതയുണ്ട്. വയനാട് തുരങ്കപാത എന്താവുമെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല, ചിലപ്പോൾ നിർത്തിവെക്കാം. മലയോര ഹൈവേ ഇനി എന്താകുമെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല, നിർത്തിവെക്കാം. തീരദേശ ഹൈവേ എന്താകുമെന്ന് ഒരു പിടുത്തമില്ല, നിർത്തിവെക്കാം. ഇതൊക്കെ നിർത്തിവെക്കപ്പെട്ട കഴിഞ്ഞാൽ വലിയ എന്താ പറയുക, കൺഫ്യൂഷനൊന്നും വേണ്ട, വലിയ ടെൻഷനൊന്നും വേണ്ട. ഇതിങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോഴും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മിണ്ടില്ല. ആ നിശബ്ദതയാണ്, ആ നിശബ്ദതയുടെ പേരാണ് പക്ഷപാതിത്വം. സുഹൃത്തുക്കളെ, ഞാൻ നിർത്തട്ടെ, വെറുതെ എങ്ങനെ കുറേ അലറി. എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ ചെറിയ ചാനലാണ്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. ഫോളോ തന്നെ അല്ലേ? ഫോളോ ചെയ്യണം. അത് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. യെസ്, ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യണം. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് നിരന്തരം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം അവിടെ ഇങ്ങനെ ഒരു മണിയുടെ ചിഹ്നം ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവുമല്ലോ, അതിങ്ങനെ തൊട്ടിട്ട് ഓൾ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഓപ്ഷൻ കാണാം, ടച്ച് ചെയ്താൽ തന്നെ. അതൊന്നും ഇങ്ങനെ മണി തൊട്ട് കഴിഞ്ഞാൽ ബെല്ല്, മണിയല്ല ബെല്ല്, ബെല്ല് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ വീഡിയോസുകളൊക്കെ എത്തും. അപ്പോൾ സുഹൃത്തുക്കളെ, സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം നിങ്ങൾക്ക് അറിയിക്കാം, താഴെ കമൻ്റായിട്ട് കൊടുക്കാം. പരമാവധി എല്ലാ കമൻറ്റിനും ഉത്തരം തരാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.